റീൽസ് തോണ്ടി തോണ്ടി പോകുമ്പോൾ ചില റീൽസ് നമ്മുടെ മനസ്സിലങ്ങ് ആഴ്ത്തി പതിയെന്ന് പറയത്തില്ല, അങ്ങനെ പതിഞ്ഞാണ് നമ്മുടെ സുഖുവേട്ടൻ്റെ ചായക്കട. അപ്പോൾ ഈ പ്രാവശ്യം വയനാട്ട് പോകുമ്പോൾ ഞാൻ തീർച്ചയായിട്ടും സുഖുവേട്ടനെ കാണും. സുഖുവേട്ടൻ്റെ കയ്യിൽ നിന്ന് ഒരു ഗ്ലാസ് ചായ കുടിച്ചേ മടങ്ങുമെന്ന് ഞാൻ ഉറപ്പിച്ച് പോയി. അങ്ങനെ ഞാൻ പുൽപ്പള്ളി വഴി ചേക്കാടി ഗ്രാമത്തിലെത്തി. ചേക്കാടി ഗ്രാമത്തിൽ കൂടി ഇങ്ങനെ അന്വേഷിച്ച് പോയപ്പോഴാണ് കക്കേരിയിലെത്തി കഴിഞ്ഞപ്പോൾ സുഖുവേട്ടൻ്റെ ചായക്കടയായി. അങ്ങനെ പാടങ്ങളും കാടിനും ഇടയിലായിട്ട് ഇങ്ങനെ വിജനമായ ഒരു സ്ഥലത്ത് പുല്ല് കൊണ്ട് മേഞ്ഞ ഒരു നല്ല അടിപൊളി ചായക്കട. നല്ല ആംബിയൻസാണ്. അകത്ത് ഒരു 10 പേർക്ക് ഇരിക്കാനുള്ള പഴയ ഡെസ്കും ബെഞ്ചും, റേഡിയോയിൽ പാട്ട് കേൾക്കുന്നുണ്ട്. പിന്നെ തടി അടുപ്പിൽ, മറ്റേ വിറകടുപ്പിൽ ഇങ്ങനെ എപ്പോഴും വെള്ളം തിളച്ചുകൊണ്ടിരിക്കുകയാണ്. പുള്ളി നല്ല അടിപൊളി സ്ട്രോങ് ചായ എനിക്ക് തന്നു. അതിൻ്റെ കൂട്ടത്തിൽ നല്ല ചൂട് പഴംപൊരി. അപ്പം തീർച്ചയായിട്ടും നിങ്ങൾ എന്നെ സബ്സ്ക്രൈബ് ചെയ്യണം, ബെൽ ബട്ടൺ അമർത്തണമെന്ന് ഞാൻ പറയത്തില്ല. പക്ഷേ തീർച്ചയായിട്ടും നിങ്ങൾ വയനാട്ടിൽ ഈ കക്കേരി ഗ്രാമത്തിൽ അല്ലെങ്കിൽ ചേക്കാടി വഴി പോകുകയാണെങ്കിൽ സുഖുവേട്ടൻ്റെ കടയിൽ കയറണം, പുള്ളിയുടെ ചായ കുടിച്ചിരിക്കണം, പഴംപൊരി കഴിക്കണം. ഓക്കെ, അങ്ങനെ നല്ല സ്നേഹമുള്ള മനുഷ്യനാണ് പുള്ളി. എത്ര സ്നേഹത്തോടാണ് നമുക്ക് സംഭവങ്ങളൊക്കെ ഉണ്ടാക്കി തരുന്നത്. അപ്പോൾ ഓക്കെ, ബൈ.